നിങ്ങൾ ആരെങ്കിലും ഒരാൾ പോയിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞത് പൊട്ടത്തെറ്റാണെന്ന് പറഞ്ഞേക്ക് അവന് മറുപടി എന്തായിരുന്നു? യെസ് ഐ നോ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യം വന്നു കഴിഞ്ഞാൽ മലയാളികൾ കുറച്ച് പുറകോട്ടാണെന്നും മലയാളികളുടെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല എന്നും ഇംഗ്ലീഷ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മലയാളിയാണെന്നും എന്നൊക്കെ രീതിയിലുള്ള കമന്റുകൾ വളരെ കോമൺ ആയിട്ട് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പല സാഹചര്യങ്ങളിലും ഇന്റർവ്യൂവിന് പോകുമ്പോഴായാലും ജോലിയിൽ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോഴായാലും ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴായാലും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് മലയാളിയാണല്ലേ. എങ്ങനെ മനസ്സിലായി? അതാ ഇംഗ്ലീഷ് കേട്ടപ്പോൾ മനസ്സിലായെന്ന് പലരും തിരിച്ചു പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് എന്താണ് ഒരു പരിഹാര മാർഗം? ഒരു മലയാളി എന്ന നിലയിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മലയാളി ആയതിന്റെ പേരിൽ ഇംഗ്ലീഷ് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ പോകാതെ എനിക്ക് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ ഭൂരിഭാഗം പേരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, പലപ്പോഴും വിഷമിച്ചിട്ടുണ്ടാവും, പലപ്പോഴും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ചാനലിൽ ഇത്തരത്തിൽ എനിക്കറിയാവുന്ന ഞാൻ പ്രാക്ടീസ് ചെയ്തൊക്കെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ആട്ടോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ പറഞ്ഞ ടോപ്പിക്ക് കണ്ടന്റൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു മലയാളി എന്ന നിലയിൽ ഇംഗ്ലീഷ് മോശമാണെന്ന് പൊതുവെ ലോകം മുഴുവൻ എന്ന് പറയാൻ സാധിക്കില്ല കേട്ടോ. അതായത് നമ്മളൊരു ഇന്ത്യക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ലോകരാജ്യങ്ങളിലെ ആളുകളോട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് മറ്റു രാജ്യത്തിലുള്ള ആളുകൾ ഒരു 99% ആളുകളും നമ്മുടെ ലാംഗ്വേജ് മോശമാണെന്നോ ആക്സെന്റ് മോശമാണെന്നോ നമുക്ക് ഗ്രാമർ ഇല്ല എന്നോ ഒന്നും നമ്മളോട് ആരും പറയാൻ പോകുന്നില്ല. കാരണം അവരുടെ രാജ്യത്തിന്റെ ശൈലിയിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇപ്പോൾ ചൈനക്കാരൻ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അവൻ ചൈനക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു റഷ്യക്കാരൻ സംസാരിച്ചാൽ അവൻ റഷ്യക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു അറബി ഇംഗ്ലീഷ് സംസാരിച്ചാൽ അവൻ ഒരു അറബി നാട്ടിൽ നിന്നുള്ള ആളാണ്, അവൻ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, അവൻ്റെ നാട് ഇതാണെന്നൊക്കെ നമുക്ക് അവൻ പറയുന്നത് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ നമ്മൾ മലയാളി ഒരു ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൻ മലയാളിയാണെന്നോ മനസ്സിലാകുമെന്നുള്ളൊരു സ്റ്റേജ് മാത്രമാണ് വേണ്ടത്. പക്ഷേ ഇവൻ മലയാളിയാണല്ലോ, ഇവൻ ഇംഗ്ലീഷ് മോശമാണല്ലേ എന്നുള്ള ഒരു മുദ്ര കുത്തപ്പെടൽ നമുക്ക് മേലെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ 99% രാജ്യക്കാരും നമ്മളെ ഒരിക്കൽ പോലും നമ്മൾ ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടില്ല. പക്ഷേ എവിടെയാണ് മലയാളി അവൻ്റെ ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞ് കളിയാക്കൽ നേരിടുന്നതെന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്ത് നിന്നുള്ള, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു നിന്നുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ നിങ്ങളുടെ കമ്പനിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്കൊരു തോന്നലുണ്ട് നിങ്ങൾ സൗത്ത് ഇന്ത്യക്കാർ മുഴുവൻ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളുകളാണ്. ഇത് ഞാൻ മുഴുവനായിട്ട് നോർത്ത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ മുഴുവനായിട്ട് കേരളത്തിന് പുറത്തുള്ള ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള കമൻ്റൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ. കാരണം ഭൂരിഭാഗം ആളുകളും നല്ല ആളുകളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളൊരു മലയാളി എന്ന നിലയിൽ ഇംഗ്ലീഷിൻ്റെ പേരിൽ എപ്പോഴാണ് ഒരു വേർതിരിവ് ഫീൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടായ പേഴ്സണൽ അനുഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും അനുഭവങ്ങളും മിക്കതും നമ്മുടെ സ്വന്തം രാജ്യക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നോർത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഒരു തോന്നലുണ്ട് ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്ര ഉഷാറല്ല, അല്ലെങ്കിൽ മലയാളിയുടെ ഇംഗ്ലീഷ് തീരെ മോശമാണ്, അവൻ്റെ ആക്സെന്റ് ഭയങ്കര മോശമാണ്, ഒരു മല്ലു ആക്സെന്റ് ആണ് എന്നുള്ള ഒരു മുദ്രകുത്തലൊക്കെ നമ്മൾ പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ നേരിടാം അല്ലെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? 2 ഓപ്ഷനാണ് ഉള്ളത് കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശശി തരൂറിൻ്റെ പോലെ പച്ചവെള്ളം പോലെ കട കിട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം. അത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളെ കൊണ്ടും അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന അല്ലെങ്കിൽ അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താണ്? നീ മലയാളിയാണല്ലേ, നിന്റെ ഇംഗ്ലീഷ് കണ്ടപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിൻ്റെ അടുത്ത് തിരിച്ച് അതേടോ ഞാൻ മലയാളി തന്നെയാണ്, എൻ്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം, തനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവണില്ലേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തിരിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്തെടുക്കലാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ശശി തരൂരിൻ്റെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ള ഓപ്ഷൻ കുറച്ച് ടഫ് ആയതുകൊണ്ടും രണ്ടാമത്തെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള ഓപ്ഷൻ എല്ലാവരെ കൊണ്ടും സാധിക്കാവുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ടും ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഞാനായാലും നാട്ടിലുള്ള സമയത്തായാലും ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഒരു കമ്പനിയുടെ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മുഖത്ത് നോക്കിയിട്ട് തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ പറയാൻ സാധിക്കണം, അതേടോ ഞാനൊരു മലയാളി തന്നെയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കുറവ് വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മുടെ ആക്സെന്റ് ഇതാണെന്നും നമ്മൾ മലയാളി ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഇങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതും മലയാളി ഇംഗ്ലീഷ് സംസാരിക്കുന്ന മലയാളം ആക്സെന്റിൽ അല്ലെങ്കിൽ മല്ലു ആക്സെന്റിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുള്ള ഒരു വികാരം നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും മലയാളി ഇങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക, അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ഇത് തന്നെയാണ്, അത് അംഗീകരിച്ചേ പറ്റൂ എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും. ഇപ്പോൾ ഒരു തോന്നൽ അവർക്കുണ്ട് നമുക്ക് ഹിന്ദി അത്ര കാര്യമായിട്ട് അറിയില്ല, ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് അത്ര കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ചില പ്രശ്നങ്ങളുണ്ട് ഇതിനകത്തുണ്ട്, അത് നമ്മളിവിടെ പറയുന്നില്ല, വീഡിയോയിൽ പറയുന്നില്ല. നമ്മളതിനെ അടിച്ചമർത്താൻ അവർ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് പറയാനുള്ള കാര്യം വ്യക്തവും സ്പഷ്ടവുമായിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറ്റുള്ള ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് മാത്രമാണെന്നും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ ഞാൻ സംസാരിക്കുന്നതും എൻ്റെ വ്യക്തിപരമായ കഴിവുകൾ അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ജോലിയിൽ ചെയ്യുന്നതിനുള്ള മികവ് അല്ലെങ്കിൽ എൻ്റെ ഒരു കാലിബർ അളക്കുന്നതിനുള്ള ഒരു ഉപകരണമോ അല്ലെങ്കിൽ ഒരു മാധ്യമോ അല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, ലോകത്തിൽ മറ്റാളുകൾക്ക് ഉണ്ടാവണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, അത് ഉണ്ടാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു മാധ്യമം മാത്രമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിനക്കറിയാവുന്ന കാര്യങ്ങൾ നിനക്ക് അറിയാവുന്ന പോലെ, നിനക്ക് അറിയാവുന്ന മുറി ഇംഗ്ലീഷ് വെച്ചിട്ട് നിനക്ക് അവനോട് പറഞ്ഞു കൊടുക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ല. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, ഓ ഇവൻ പറഞ്ഞ ഇംഗ്ലീഷ് എന്ത് പൊട്ടത്തെറ്റാണെങ്കിൽ പോലും അവങ്ങനെ നെഞ്ചു വിരിച്ച് തല ഉയർത്തി പിടിച്ചിട്ട് അവൻ പൊട്ടത്തെറ്റാണ് പറയുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരാൾ പോയിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞത് പൊട്ടത്തെറ്റാണെന്ന് പറഞ്ഞെങ്കിൽ അവന് മറുപടി എന്തായിരുന്നു? യെസ് ഐ നോ. യെസ് ഐ നോ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഇവിടെ മറ്റു ഒരുപാട് രാജ്യക്കാർ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പറയണം ചേട്ടാ നീ ഉദ്ദേശിച്ചത് ഇതാണോ, അല്ലെങ്കിൽ നീ പറഞ്ഞ സെന്റൻസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഇല്ലേ, ആ വാക്ക് ഇതല്ലല്ലോ എന്നൊക്കെ എന്തെങ്കിലും ഒരു കറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ പറയും യെസ് ഐ നോ. നീ പറഞ്ഞത് ശരിയായില്ല, യെസ് ഐ നോ. അപ്പോൾ നീ പറഞ്ഞത് ശരിയായില്ല എന്നൊരാൾ പറയുമ്പോൾ യെസ് ഐ നോ, ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് എനിക്ക് അറിയാമെന്ന് അവൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കളിയാക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുറ്റപ്പെടുന്ന ആളുകൾക്ക് തിരിച്ചൊന്നും പറയാനില്ലാത്തൊരു സംഭവമായി മാറണം അല്ലേ. അപ്പോൾ യെസ് ഐ നോ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ഇങ്ങനെയാണെന്നും എൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെ തന്നെയാണെന്നും ഈ ഇംഗ്ലീഷ് പറയുന്നതിൽ എനിക്ക് യാതൊരു അഭിമാനക്കുറവില്ലെന്നും ഞാനത് കോൺഫിഡൻസോട് കൂടി തന്നെ പറയുന്നു, ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും നമ്മൾ യെസ് ഐ നോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഒരുപാട് ജോലി മേഖലയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെക്കാളും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനും നമുക്ക് സാധിക്കും. കാരണം വിദ്യാഭ്യാസപരമായി നമ്മൾ ഓൾറെഡി അവരെക്കാൾ ഒരുപാട് മുന്നിലാണ് നിൽക്കുന്നത്. നമ്മുടെ പ്രൊനൗൺസിയേഷനൊക്കെ അവരെക്കാളും വളരെ മികച്ചാണ്. സീറോ എന്ന് പറയുന്നതിന് പകരം ജീറോ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ കളിയാക്കിയ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ നമ്മളെക്കാളും മികച്ച രീതിയിൽ പല കമ്പനികളിലും ജോലി നേടുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസോടുകൂടി അവർ പറയും. നമ്മൾ പറയുന്നതിനകത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ തോന്നി നമ്മുടെ പെർഫോമൻസ് മോശമാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറി നമ്മൾ കിടുക്കാഴ്ചയായി നമുക്ക് ജോലിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും കിടിലനായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ സംസാരിക്കുന്നത് വേറൊരു ഭാഷ മാത്രമാണെന്നും, നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ഗ്രാമർ നോക്കാറില്ല, നമ്മുടെ ആക്സന്റ് നോക്കാറില്ല, നമ്മുടെ ശൈലി നോക്കാറില്ല. നീ തൃശ്ശൂർക്കാരനോ തൃശ്ശൂർ ഭാഷയിൽ സംസാരിച്ചോ, നീ തിരുവനന്തപുരക്കാരനോ നീ തിരുവനന്തപുരം ഭാഷയിൽ സംസാരിച്ചോ. പക്ഷേ നീ സംസാരിക്കുന്ന ഭാഷ മോശമാണെന്ന് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂ? തിരുവനന്തപുരം ഭാഷ മോശമാണെന്ന് തിരുവനന്തപുരക്കാർ ആരെങ്കിലും സമ്മതിക്കൂ? ഇല്ല. തൃശ്ശൂർക്കാർ സമ്മതിക്കോ തൃശ്ശൂർ ആക്സന്റ് മോശമാണെന്ന്? ഇല്ല. അപ്പോൾ ഒരു മലയാളി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മലയാളം ആക്സന്റ് മോശമാണ് എന്നുള്ളതിന് എന്തിനു മലയാളം അംഗീകരിച്ചു കൊടുക്കണം? മലയാളം ആക്സന്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് യാതൊരു മോശമില്ല. ലോകത്ത് ഏതൊരു രാജ്യക്കാരനും അവൻ്റെ മദർ ടങ്ക് ഒഴികെയുള്ള വേറെ ഏത് ഭാഷ സംസാരിച്ചു കഴിഞ്ഞാലും 99.9% ആളുകൾക്കും അവൻ്റെ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് കയറി വരികയും അവൻ അറിയുന്ന മറ്റു ഭാഷകളിൽ അവൻ്റെ ജന്മഭാഷയുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അധിനിവേശം കയറി വരുന്നത് എല്ലാവർക്കും ഉള്ള സംഭവമാണ്. അപ്പോൾ അത് നമ്മളിൽ മാത്രം നമ്മൾ വിചാരിക്കണം അത് മോശം പരിപാടിയാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് നിനക്കറിയാവുന്ന 4 വാക്ക് കോൺഫിഡൻസോടുകൂടി തല ഉയർത്തിപ്പിടിച്ചിട്ട് യെസ് ഐ നോ, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം, യെസ് ഐ നോ എൻ്റെ ആക്സന്റ് മോശമാണെന്ന് എനിക്കറിയാം, യെസ് ഐ നോ എൻ്റെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ അല്ല എന്ന് എനിക്കറിയാം, യെസ് ഐ നോ എൻ്റെ ഗ്രാമർ കംപ്ലീറ്റ് കറക്റ്റ് ആവണമെന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്, യെസ് ഐ നോ, ഇത് നിനക്ക് ഏകദേശം മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം, യെസ് ഐ നോ എൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മലയാളി പൊളിയല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മറ്റുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം, യാതൊരു വിരോധമില്ല. പിന്നെ നമ്മുടെ ഒരു വ്ളോഗിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, SR വ്ളോഗ്സ് ദുബായ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. SR വ്ളോഗ്സാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ SR വ്ളോഗ്സ് അടിക്കുമ്പോൾ സെർച്ചിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ള നമ്മൾ SR വ്ളോഗ്സ് ദുബായ് എന്ന് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി നോക്കുക, നമ്മുടെ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കയറി നോക്കുക, കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ദിസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.